സോറി. ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും പഠിപ്പിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും ഒക്കെ നമ്മളോടൊപ്പം സഹകരിക്കുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, അതുപോലെ തന്നെ അധ്യാപക ദിന ആശംസകൾ, അതോടൊപ്പം നല്ലൊരു നബിദിനം കൂടി ആശംസിക്കുന്നു. ഓക്കെ, നമ്മുടെ കാര്യത്തിലേക്ക് വരാം. 6 ലക്ഷത്തിലേറെ അധ്യാപകർ മുൾമുനയിൽ എന്ന് പറയുന്ന സുപ്രീം കോടതി വിധി, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇത് തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പം ഇന്ന് അധ്യാപക ദിനമാണ്. ഓക്കെ, അപ്പം ഈ 1/2 ലക്ഷത്തിലേറെ അധ്യാപകർ മുൻമുനയിൽ എന്ന് പറയുന്ന ഈ ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് സമയമെടുക്കും. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മുഴുവനും കാണണമെന്ന് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. കാരണം എല്ലാ കാര്യങ്ങളും പറയണമല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, ടെറ്റ് അല്ലെ. അപ്പം ടെറ്റ് യോഗ്യത ഇല്ലാത്തവർക്ക് അധ്യാപക ജോലിയിൽ തുടരാൻ ആകില്ല എന്നത് സുപ്രീം കോടതി കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവരുടെ വിധിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ആ വിധി എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതില് നമ്മുടെ കേരള സംസ്ഥാനം, ചെറിയ കുഞ്ഞു സംസ്ഥാനമായിട്ടുള്ള കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ 50,000-ലധികം അധ്യാപകർ ആശങ്കയിൽ തന്നെയാണ്. സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് അതിൽ പ്രൈമറി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ജോലി ചെയ്യുന്നവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഈ മാസം 1-ാം തീയതി നമ്മുടെ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച്, ഓക്കെ, ആരൊക്കെയാണെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2-അംഗ ബെഞ്ചിന്റെ വിധിയിൽ 2027 സെപ്റ്റംബർ 1-നകം എന്നാണ്, 2027 സെപ്റ്റംബർ 1-നകം യോഗ്യത നേടാനുള്ള കാലാവധിയായിട്ട് അതായത് ടെറ്റ് യോഗ്യത നേടാനുള്ള അവസാന കാലാവധിയായിട്ട് 2027 സെപ്റ്റംബർ 1 നിജപ്പെടുത്തിയിരിക്കുന്നത്. 2027 സെപ്റ്റംബർ 1 മുൻപ് നിങ്ങൾ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം. ഓക്കെ, പിന്നെ അതിൽ പറയുന്നത് എന്താണ്? വിരമിക്കലിന് 5 വർഷത്തിലധികം കാലാവധിയുള്ള എല്ലാ അധ്യാപകരും ടെറ്റ് യോഗ്യത നേടിയിരിക്കണം, അല്ലെങ്കിൽ നിർബന്ധിത വിരമിക്കലിന് വിധേയമാകണം. ഓക്കെ, അതായത് അങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് യാതൊരു വിധമായിട്ടുള്ള സ്ഥാനക്കയറ്റത്തിനും അർഹതയുണ്ടായിരിക്കുകയില്ല. ഓക്കെ, അപ്പൊ 5 വർഷത്തിൽ താഴെ മാത്രം കാലാവധിയുള്ളവർക്ക് സർവീസിൽ തുടരാമെങ്കിലും അവർക്കൊരിക്കലും സ്ഥാനക്കയറ്റം അനുവദിക്കില്ല എന്നാണ് ഈ വിധിയിൽ, ഈ പരമപ്രധാനമായ സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പുതുതായിട്ട് നിയമിക്കപ്പെടുന്നവർ നിയമന സമയത്ത് എന്ത് ചെയ്യണം? എപ്പോഴാണോ അവർ നിയമനം നേടുന്നത്, മുൻകാലഘട്ടങ്ങളിൽ ഇന്ന് വരെയുള്ള രീതിയിൽ അങ്ങനെയല്ല. നിങ്ങൾ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നവര്, എയ്ഡഡ് ആയിട്ടൊക്കെ ജോയിൻ ചെയ്യുന്നവര്, ഗവൺമെന്റ് സെക്ടറിൽ കുഴപ്പമില്ല, എയ്ഡഡ് കോളേജുകളിൽ, പ്രൈവറ്റ് കോളേജുകളിൽ, മാനേജ്മെന്റ് കോളേജുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നവര് അവരെ പുതുതായിട്ട് നിയമിക്കുന്ന സമയത്ത് അവർക്ക് ടെറ്റ് യോഗ്യത ഇല്ലെങ്കിലും നിയമനം കൊടുക്കുമായിരുന്നു. അതിനി പറ്റത്തില്ല, ആ കളി ഇനി നടക്കത്തില്ല. അതായത് പുതുതായി നിയമിക്കപ്പെടുന്നവര് നിയമന സമയത്ത് തന്നെ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം. ടെറ്റ് ഇല്ലാതെ ഒരാളെയും ഒരു സ്കൂളിലും ഒരു കോളേജിലും നിയമിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി എടുത്തു പറയുന്ന മറ്റൊരു സംഗതി, അല്ലെങ്കിൽ മറ്റൊരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, മുൻ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു ഇവർക്ക് നിയമനം നേടിയ ശേഷം ടെറ്റ് അല്ലെങ്കിൽ CTET യോഗ്യത നേടിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി ഈ വന്നിരിക്കുന്ന ഈ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് ടീച്ചേഴ്സ് വിളിച്ച് ചോദിച്ച സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അതിൽ ഇനി നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാകരുത്. വിധിയുടെ
ഇത് ഇവിടെ നിങ്ങൾക്ക് ഈ വിധി ഡൗൺലോഡ് എടുക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ഓർഡർ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കി ഡൗൺലോഡ് എടുക്കാം. ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ, ഞാൻ മലയാളീകരിച്ച് പറയുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ അപ്പം പരമപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ വിധി പ്രകാരം ഉയർന്ന യോഗ്യതകൾ, അതായത് നമ്മുടെ കേരള ഗവൺമെന്റ്, കേരള PSC നമുക്ക് കുറച്ച് എക്സംഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് MEd ഉള്ളവര്, MPhil ഉള്ളവര്, നെറ്റ് യോഗ്യതയുള്ളവര്, സെറ്റ് യോഗ്യത ഉള്ളവര്, PhD ഉള്ളവര്, ഇവർക്കൊന്നും തന്നെ ടെറ്റ് ബാധകമല്ല, ടെറ്റ് വേണ്ട എന്നൊരു നിയമം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നിലവിൽ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന വിധി പ്രകാരം ഉയർന്ന യോഗ്യതകൾ വിജയിച്ചവർക്കും ഒരു രക്ഷയും ഉണ്ടാകത്തില്ല. നിങ്ങൾ ടെറ്റില്ലാതെ MEdുമായിട്ടോ സെറ്റുമായിട്ടോ PhDയുമായിട്ടോ നെറ്റുമായിട്ടോ നിയമനം നേടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ടെറ്റില്ലാതെ ഉയർന്ന യോഗ്യത വെച്ചിട്ട് നിയമനം നേടാൻ ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കും യാതൊരു രക്ഷയുമില്ല. ഓക്കെ, അതായത് ഹയർ സെക്കൻഡറി, കോളേജ് അതുപോലെ തന്നെ അധ്യാപക പരിശീലന സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ നെറ്റ്, സെറ്റ്, MEd, PhD, MPhil യോഗ്യത നേടിയവർക്ക് ടെറ്റ് നേടിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും? പുറത്താകും. അതായത് ഞാനിപ്പോ പറഞ്ഞ വിഷയം ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്. നിങ്ങൾ ഹയർ സെക്കൻഡറി അധ്യാപകരായിരിക്കാം, അതുപോലെ നിങ്ങൾ ഹൈസ്കൂൾ അധ്യാപകരായിരിക്കാം, അതുപോലെ നിങ്ങൾ UP അല്ലെങ്കിൽ LP അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപന പരിശീലന കേന്ദ്രങ്ങളിൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, അതായത് നമ്മുടെ DLED കോളേജിൽ വർക്ക് ചെയ്യുന്നവരോ, BEd കോളേജിൽ വർക്ക് ചെയ്യുന്നവരോ, MEd കോളേജിൽ വർക്ക് ചെയ്യുന്നവരോ, അല്ലെങ്കിൽ ഡയറ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരോ, അല്ലെങ്കിൽ സമഗ്ര ശിക്ഷ അഭിയാൻ, സർവ ശിക്ഷ അഭിയാൻ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരോ ആണെങ്കിലും നിങ്ങൾക്ക് നിലവിൽ ടെറ്റ് ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് ടെറ്റിനേക്കാളും ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള MEdോ PhDയോ സെറ്റോ MPhilോ എന്നീ യോഗ്യതയോട് കൂടിയാണ് നിങ്ങൾ നിയമനം നേടിയിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ടെറ്റ് എഴുതി പാസ്സായിട്ടില്ലെങ്കിൽ പുറത്താക്കും എന്നാണ് സുപ്രീം കോടതി ഈ വിധിയിൽ വളരെ സുനിശ്ചിതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് കുട്ടികളുടെ ബോധന ശാസ്ത്രത്തിലും അധ്യാപന അഭിരുചിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രൊഫഷണൽ യോഗ്യത പരീക്ഷയാണ് ടെറ്റ് എന്നാണ് സുപ്രീം കോടതിയുടെ വാദം. ഇത് അക്കാദമിക് ബിരുദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും കോടതി വളരെ വ്യക്തമായിട്ട് ഈ ഓർഡറിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓക്കെ, ഇത്തരം അധിക യോഗ്യത ഉള്ളവർക്ക് ടെറ്റിൽ നിന്ന് ഇളവ് കൊടുത്തിരുന്നു. അതിനി പറ്റത്തില്ല എന്നാണ് ആര് പറയുന്നത്? സുപ്രീം കോടതി പറയുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് അപ്പീലുകൾ, ഓക്കെ, സുപ്രീം കോടതി ഒരുപാട് അപ്പീലുകൾ ഇതിനെതിരെയായിട്ട് വന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് NCERT ബന്ധപ്പെട്ട് ഒരുപാട് അപ്പീലുകൾ വന്നു. ആ അപ്പീലുകളെല്ലാം തീർപ്പാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ വിധിയാണ് ഞാൻ ഈ പറഞ്ഞ ഏകദേശം 50,000-ഓളം 1,50,000 അധ്യാപക സമൂഹത്തെ കേരളത്തിൽ തന്നെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം ആ ഓർഡറിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു കാര്യങ്ങളെ കുറിച്ചും വിശദമായി ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? വിശകലനം ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യം സെപ്പറേറ്റ് പിന്നീട് അവരുടെ അടുത്തൊരു ബെഞ്ച് പരിഗണിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ഈ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച്, വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് വിശകലനം ചെയ്യുന്ന കേന്ദ്രം പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച സർക്കുലറുകൾ എന്നിവയെല്ലാം കൂടി ഒരുമിച്ച് അതിനെ പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്.
ഓക്കെ, അതായത് ഒരു തൊഴിൽ മേഖലയിൽ പുതിയ യോഗ്യതകൾ സൃഷ്ടിക്കുമ്പോൾ നിലവിലുള്ളവർക്ക് ഇളവിൽ നൽകുന്ന പതിവ് തെറ്റുമെന്നാണ് സുപ്രീം കോടതി ഇതിലൂടെ പറയുന്നത്. അപ്പൊ കേന്ദ്രം പുറപ്പെടുവിച്ച ഉത്തരവുകളിൽ ഒന്നിലും ഇത്തരം ഇളവുകൾ ഇല്ലാത്തതാണ് സങ്കീർണമായ ഈ സ്ഥിതിയിൽ എത്തിച്ചിട്ടുള്ളതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടു. ഓക്കെ, അപ്പം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക വലിയ വിഭാഗം അധ്യാപകരെ തന്നെ ഈ വിധി പ്രതികൂലമായി ബാധിക്കുന്നു അല്ലെങ്കിൽ ബാധിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, തീർച്ചയായിട്ടും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇത് നല്ലൊരു വിധി തന്നെയാണ്. കാരണം ഒത്തിരി പഠിച്ച് പാസ്സായിട്ട് ടെറ്റൊക്കെ എഴുതി പാസ്സായവർക്ക് പുറത്തു നിൽക്കുന്നു, അല്ലാത്തവര് ഒരു യോഗ്യതയും ഇല്ലാത്തവര് അല്ലെ. ഒരു യോഗ്യത എന്ന് പറയുമ്പോൾ ആരെയും പുച്ഛിച്ചതോ തള്ളിപ്പറയുന്നതോ അല്ല. ടെറ്റ് വർഷങ്ങളായിട്ട് ടെറ്റ് ഇല്ലാതെ ടെറ്റ് എഴുതാതെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നവര്, സാലറി വാങ്ങിക്കുന്നവര്, ഗവൺമെന്റ് സാലറി വാങ്ങിക്കുന്നവര് ധാരാളമായിട്ട് നമ്മുടെ ഇടയിലുണ്ടല്ലോ അല്ലെ. അപ്പൊ അവർക്കൊക്കെ ഒരു പാഠമാകേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി തീർച്ചയായിട്ടും നമ്മുടെ ഈ കമന്റ് ബോക്സിൽ ശരിയായിട്ടുള്ള കമന്റ്സ് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ഇതിന്റെ പേരിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എയ്ഡഡ് സ്കൂൾ നിയമനമൊക്കെ ഗവൺമെന്റ് സെക്ടറിലേക്ക് വിടണമെന്നുള്ള കാര്യം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെയോ നേരിട്ട് വിളിച്ചോ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇങ്ങനെ ഒരു വിധി വന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എല്ലാവരും അത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ നടക്കാൻ പോകുന്ന കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതുപോലെ തന്നെ അറ്റോമിക് എനർജി സൊസൈറ്റി സ്കൂൾ, ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ സ്കൂളുകൾ, ഇതിലേക്കുള്ള എക്സാമിന്റെ കോഴ്സുകളുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CTET, ഫിഷറീസ് അസിസ്റ്റന്റ്, LPUP ലോങ് ടേം എന്നിവയുടെയൊക്കെയുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്കുകളും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ 77 36 75 0473 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജുകളിലൂടെയോ അല്ലാതെ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത് ഇതിനെ പറ്റിയുള്ള കമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകര് തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട അധ്യാപകര് എന്ത് ചെയ്യുക, താഴെ കുറിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം, ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആൻഡ് ഹാപ്പി നബിദിന ആശംസകൾ. ഓക്കെ, താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.